ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാൻ മിക്കതും രാത്രിയായി ഉണ്ടാവും. എന്നാലും രാവിലെ തന്നെയുള്ള പച്ചപ്പും ഹരിതാപയും കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ മരങ്ങളായതുകൊണ്ട് നല്ല രസമാണ് ഗൈസ്. മഴ പെയ്യൊക്കെയാണെങ്കിൽ അതിലും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അലക്സിയോനുള്ള ഫുഡ് തയ്യാറാക്കലാണ് എൻ്റെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണങ്കായ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ആവശ്യത്തിന് എടുത്ത് പൊടിക്കാറുള്ളൂ, 2-3 ദിവസത്തേക്കൊക്കെ ആയിട്ട്. അങ്ങനെ നേരത്തെ കുറേ പൊടിച്ച് വെക്കാറില്ല. അപ്പോൾ ഇന്ന് കണ്ണങ്കായയുടെ കുറുക്കാണ് അവന് കൊടുക്കുന്നത്. അപ്പോൾ അത് പൊടിച്ച് അത് കുറുക്കാക്കും. ഞാനിതിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് എന്താ പറയുക, കട്ട പിടിക്കാണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ വെള്ളം ആഡ് ചെയ്ത് നന്നായി തിളപ്പിക്കുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ പെട്ടെന്ന് ആകെ ഇങ്ങനെ കട്ട പിടിച്ചു, അപ്പോൾ ആകെ കൊളായി. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഞാനിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാറില്ല ഗൈസ്, കാരണം അവന് അത് മധുരം ഇല്ലാണ്ട് തന്നെ കഴിക്കും. പിന്നെ ഇതിന് അത്യാവശ്യം ഇത്തിരി മധുരം ഉണ്ട്, കാരണം നല്ല മൂത്ത കായായിരുന്നു ഞാൻ ഉണക്കിയത്. അതുകൊണ്ട് പനങ്കൽക്കണ്ടൊന്നും ആഡ് ചെയ്യേണ്ടി വരാറില്ല. പിന്നെ അത് റെഡി ആയപ്പോഴേക്കും നമ്മുടെ കുട്ടുമണി എഴുന്നേറ്റു. അവനെ എന്നിട്ട് പൂക്കി കുറച്ച് നേരം കളിപ്പിച്ചിട്ട് പിന്നെ നേരെ കൊണ്ടുപോയി അമ്മാമ്മയുടെ കയ്യിൽ കൊടുക്കും. പിന്നെ അമ്മാമ്മയും മോനായിരിക്കും കളി. ആ നേരം കൊണ്ട് ഞാൻ പോയി ഒരു ചെറിയ ചായക്കുടി ഉണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് അൽക്കുരുത്ത് പണികളുണ്ട്, നോർമൽ നമ്മുടെ വീട്ടിൽ നടക്കാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരികെ അപ്പോഴേക്കും അവൻ്റെ കുറുക്ക് പാപ്പൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. പിന്നെ അത് അവന് കൊടുക്കലാണ് അടുത്ത പണി. ഇന്ന് ഈ ഫീഡിങ് ബോട്ടിലാണ് അവന് കൊടുക്കുന്നത്, കാരണം ആൾ ഇരുന്ന് കഴിക്കുന്ന മൂഡിലല്ല ഇന്ന്. അതുകൊണ്ട് കൊണ്ട് നടന്ന് കഴിപ്പിക്കാനായിട്ട് ഇതാണ് എളുപ്പം. അല്ലെങ്കിൽ ആൾ ആകെ അതിൽ പിടിച്ച് അലമ്പും. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ നടന്ന് എല്ലാവരുടെയും നടന്നിട്ട് വേണം ഞങ്ങൾക്കത് കഴിച്ച് തീർക്കാനായിട്ട്. ഫുള്ളും കഴിക്കും ആൾ, പക്ഷേ എല്ലാ ചെടികളും എല്ലാ ഫ്രൂട്ട്സും ഒക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ആൾ ചില ദിവസങ്ങളിൽ കഴിക്കുള്ളൂ. ചില ദിവസം നമ്മൾ വീട്ടിൽ അകത്തിരുന്ന് കൊടുത്താൽ നല്ല ഡീസൻ്റായിട്ട് ആൾ കഴിച്ച് തീർക്കും. ഇന്ന് ഞാൻ ലോകം മൊത്തം ചുറ്റിയിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട കാര്യമാണ് വെള്ളം കുടിക്കുക എന്നത്. പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും, അവർ മാത്രമല്ല എല്ലാവരും വെള്ളം കുടിച്ചാൽ ആരോഗ്യത്തിന് നല്ലത്. അത് കഴിഞ്ഞ് ഞാൻ മിക്കപ്പോഴും മറക്കും, അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരെങ്കിലും ഓർമ്മിപ്പിക്കണേട്ടാ. പിന്നെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കും. അതിൻ്റെ ഇടയിൽ മോർണിംഗ് ഫുഡ് നടക്കും, പിന്നെ ഉച്ചക്കത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തില്ല എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉച്ച വരെയുള്ള ദിവസം മിക്കപ്പോഴും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ.